ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മ സാഗറിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ സാഗർ പറയുന്നുണ്ട്, ചേച്ചിയമ്മ തന്നെയല്ലേ ഓരോത്തിനും കാരണം. ഇപ്പോൾ കൃഷിൻ്റെ ജീവിതമല്ലേ നമുക്ക് വലുത്, അവൻ്റെ സന്തോഷം അതുതന്നെയാണ് ഞാൻ ചെയ്തതും എന്നും പറയുന്നുണ്ട് കേട്ടോ. അനിയും കൂട്ട വേണ്ടാത്ത പണിയൊക്കെ നീ ചെയ്തു വെച്ച് നിനക്ക് തന്നെ അത് വിനയായി മാറണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കൺമണിയെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എൻ്റെ മരുമകളായിട്ടെന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് സുജു നീ അങ്ങനെ പറയുന്നത്? കൺമണിയുടെ എന്തെങ്കിലും ഒരു തെറ്റ് നീ എനിക്ക് ചൂണ്ടിക്കാണിച്ചതാ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം എന്ന് പറഞ്ഞു തരാൻ പറയുമ്പോഴത്തേനും സുജുവിന് വാക്കുകളില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു നന്മ മാത്രമല്ലേ ആ കുട്ടീൻ്റെയിലുള്ളൂ. പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാ? പിന്നെ ജയമോഹൻ്റെ കാര്യം മാനസിക്ക് വാക്ക് കൊടുത്തത് അതൊന്നും പറയണ്ട, അല്ലാതെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട് പറയുന്നു. സുജുവിനും ആൻറ്റിമ്മയ്ക്കും ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. നീ ആൾ കൊള്ളാലോ സാഗറെ, വേറൊന്നുമല്ല നീ പിടിച്ച മുയലിന് 4 ചെവി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. എന്നിട്ട് സുജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുജു ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? നീയും ഞാനും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്. നമ്മൾ പ്രണയിക്കുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും നമ്മളെ ആരെങ്കിലും പിരിക്കാൻ ശ്രമിച്ച് സഹിക്കുമോ? പിന്നെ വീട്ടുകാരുടെ ഇഷ്ടത്തിനാണോ നമ്മൾ നിന്നത്? നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ സമാധാനം ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും സാഗർ ഒന്നും പറയണ്ട, എന്നാലൊന്നുമില്ല, നീ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് സുജുവിനെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗർ. അതിനുശേഷം തന്നെ നീ എന്ന് കഴിച്ചെന്ന് പറയുന്നു. എനിക്ക് വേണ്ട സാഗർ, നീ എന്ന് വാ തുറന്നേ, എത്ര ഇങ്ങനെ വാരി തന്നിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം വാരി കൊടുക്കുന്നു കേട്ടോ. അവരുടെ സ്നേഹത്തിൽ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും നമ്മുടെ അമ്മായിമാരെ കാണിക്കുന്നത്, അമ്മായിമാർ പറയുന്നുണ്ട് ഇന്ന് കൺമണിയുടെയും ക്രിസ്സാറിൻ്റെയും ആദ്യ രാത്രിയാണെന്ന് പറയുന്നു. എന്തായാലും പൊന്നമ്പേട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കും, ഇപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറയാം കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. കൺമണി നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ ഏട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നെയും വിളിച്ചിട്ടില്ല, അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇത്രയും സമയമായിട്ട്. എന്തായാലും ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേനും വേണ്ട, അവർ വിളിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, അവരൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ കൺമണി ഫോൺ എടുക്കുന്നുണ്ട്. അച്ഛാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മോളെ നിങ്ങൾ എപ്പോഴാണ് എത്തിയേ? യാത്രയൊക്കെ സുഖമായിരുന്നോ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പൊന്നം വീട്ടിലേക്ക് പോയില്ല അച്ഛാ, ഞങ്ങളിപ്പോൾ ദേവ് സാറിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നു. അതെന്താ മോളെ അങ്ങനെ? കാരണം ഞങ്ങൾ പോണ വഴിക്ക് സാഗർ സാർ വിളിച്ചു, എന്നിട്ട് നന്നായി സംസാരിച്ചു. സാഗർ സാർ എന്നെ അംഗീകരിച്ച രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും മാറുമായിരിക്കും. അതുകൊണ്ട് 2 ദിവസം നമ്മളുടെ ദേവ് സാറിൻ്റെ വീട്ടിൽ താമസിക്കാനാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് തന്നെയല്ലേ മോളെ കാര്യങ്ങളൊക്കെ വരുന്നത്? അതെ അതെ അച്ഛാ, ഇനി നമ്മൾ സന്തോഷിക്കുന്ന ദിവസങ്ങളാണല്ലേ മോളെ വരാനായിട്ട് പോകുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു അച്ഛാ, എന്തായാലും മോൾ ഇരുന്നോന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അമ്മായിമാരോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട്, എന്തായാലും ഈ രാത്രി മാറ്റി വെക്കേണ്ടായിരുന്നു, ദേവസ്ഥാനിൻ്റെ വീട്ടിലാകുമ്പോൾ അത് നടക്കില്ലല്ലോ. ഇനി എല്ലാവരും അംഗീകരിച്ച് കല്യാണം കഴിക്കുമ്പോഴായിരിക്കില്ലേ ആദ്യരാത്രി. എന്തായാലും നമ്മളിതുവരെ ആദ്യരാത്രി ആഘോഷിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മായിമാർ പിന്നെയും കൃഷ്ണയും കൺമണിയെ തന്നെയാണ് കാണിക്കുന്നത്. കൺമണിയും കൃഷ്ണയും കൂടി അങ്ങനെ സ്നേഹത്തോടു കൂടി നിൽക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കൺമണി ഇന്ന് എന്തായാലും നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല സർ, കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാം അനുകൂലമായിട്ട് വരട്ടെ എന്നിട്ട് തന്നെ ഉള്ളൂ നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല കൺമണി, ഇതിപ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പറ്റും സർ, സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും എന്നാൽ നമുക്ക് പുറത്ത് പോയി കുറച്ച് നിലാവ് കണ്ടാലോ? അങ്ങനെ നിലാവ് കാണണോ? എന്തായാലും അതിൻ്റെ ആവശ്യമുണ്ടോ സാർ എന്ന് പറഞ്ഞു. സാർ പോയി കിടക്കെന്ന് പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, എന്തായാലും നിന്നെ കാണുമ്പോൾ നിലാവ് പോലെയുണ്ടെന്ന് പറയുമ്പോഴത്തേനും കൺമണി തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ നിലാവാണെങ്കിൽ സാറ് ചന്ദ്രനാണെന്ന് പറയുന്നു. അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൺമണിക്ക് അറിയോ? പിന്നല്ലാതെ എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു. എന്തായാലും കുറച്ചുകൂടി പറഞ്ഞു തരാം എന്ന് ചോദിക്കുമ്പോഴത്തേനും ദേവ് സാറ് ഒരു പില്ലോയും ബെഡ്ഷീറ്റും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ചോദിക്കുക കേട്ടോ. അതിനുശേഷത്തിന് എന്താ സാർ എന്ന് പറയുന്നു. കൺമണി ചെന്ന് കിടക്കുമെന്ന് പറഞ്ഞിട്ട് കൺമണിയോട് പോകാൻ പറയുന്നുണ്ട്. നീ ഇത് വെച്ചിട്ട് പുറത്ത് പോയി കിടന്ന് നിലാവൊക്കെ കണ്ടിട്ട് വന്നാൽ മതി. എന്താ ദേവ് സാർ എന്ന് പറയുന്നു. ഓ, ദേവ് സാർ ഹിറ്റ്ലറൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ദേവ് സാറിൻ്റെ കാല് പിടിക്കുമായിരുന്നു. അത്രയ്ക്കും വലിയ കാര്യമല്ലേ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിട്ടേക്ക്, നീ പോയി കിടക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മാനസ ആൻറ്റിയമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റിയമ്മയെന്ന് പറയുന്നുണ്ട്, എൻ്റെ മോളെ എന്തപ്പോൾ ചെയ്യാനാ, ഒരു രക്ഷയില്ലല്ലോ. എന്തായാലും നീ പ്രതീക്ഷ വിടൊന്നും വേണ്ട കൃഷ്ണനോടുള്ളത്. ആൻറ്റിയമ്മ ഒന്ന് ചുമ്മാതിരുന്നേ, ഞാനെന്ത് LKG കുട്ടിയാണോ എന്നോട് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നിൽക്കാനായിട്ട് പറയുന്നത്? എനിക്കിപ്പോൾ മനസ്സിലായി കാര്യങ്ങളൊക്കെ. എല്ലാവരുടെ മുന്നിൽ വെച്ച് ക്രഷ്
അവളുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോയി. ഇനി എന്ത് പ്രതീക്ഷ ഞാൻ വെക്കാനാണ്? എനിക്കാണെങ്കിൽ ആ വീടും എല്ലാവരെയും വലിയ ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാ, കൃഷിൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ വീട്ടിൽ താമസിക്കാനൊക്കെ, എല്ലാവരോടും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട്. പക്ഷേ ഇപ്പം അത് പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ എനിക്ക് കൃഷിൻ്റെ ഭാര്യയോ മരുമകളായിട്ടൊന്നല്ല, വെറുതെ ഒന്ന് താമസിക്കണം നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് വിട്ടു പിരിയാൻ എനിക്ക് തോന്നുന്നേയില്ല. അത്രയും എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ എന്തായാലും ബലരാമനെ കുറിച്ച് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയും പറയുന്നുണ്ട് എന്തായെന്ന് വെച്ചാൽ അവൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവുമായിരിക്കും. സാഗറിൻ്റെ മകനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയുന്നു. നീ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, എന്താ എൻ്റെ അമ്മേ എന്ന് ചോദിക്കാം കേട്ടോ. മനസ്സയ്ക്ക് വേണ്ടതും അതുതന്നെയാണ്. മനസ്സ് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അൻ്റം പറയുന്നുണ്ട് നിനക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കണം, ഈ വീടിൻ്റെ മരുമകളാവണമെന്നല്ലേ ആഗ്രഹം. എന്തായാലും സാഗർ തൻ്റെ മൂത്ത മകനായിട്ട് ബലരാമനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ വേറൊരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട്. എന്താ ആൻറ്റിയമ്മേ അതൊക്കെ നീ കണ്ടോ? നീ സമാധാനമായിട്ടിരിക്കേ, കൃഷ്ണൻ നിനക്ക് ഇനി വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുവടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് മാനസിക സന്തോഷം തരുന്നതാണ്. കാരണം മാനസ ആൻറ്റിയമ്മയിലൂടെ ആ കാര്യം സാധിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നീട് കൃഷ്ണനെ തന്നെയാണ് കാണിക്കുന്നത്. കൺമണി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്ത് വരുമ്പോൾ കൃഷ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. സാർ എന്താ ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല കൺമണി, നിന്നെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ നിന്നതാണ്. ഞാനിവിടെ വരും എന്നുള്ളത് സാറിന് ഉറപ്പുണ്ട്, വെള്ളം കുടിക്കാൻ വരും എന്നുള്ളത് ഒരു തോന്നലായിരുന്നു. അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ രാവിലെ വരെ നോക്കും ഞാനെന്ന് പറയുന്നുണ്ട്. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ, എന്നോട് ഇത്ര വലിയ സ്നേഹമാണോ എന്ന് പറഞ്ഞിട്ട് കൺമണി കെട്ടിപ്പിടിക്കുന്നു കേട്ടോ കൃഷിനെ. ഞാൻ ചെയ്ത് തെറ്റായി പോയി സാർ, സാറിൻ്റെ സ്നേഹമൊക്കെ ഞാൻ കളിയാക്കുന്ന രൂപത്തിലാണ് കണ്ടതെന്ന് പറയുന്നു. അതെനിക്കിഷ്ടമാണ് കൺമണി, നീ അങ്ങനെ പറഞ്ഞാലും എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് യൂറോപ്യൻ ട്രിപ്പിനൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. യൂറോപ്പിലേക്ക് പോകണോ അതോ സാധാരണ ഒരു ജീവിതത്തിലേക്ക് ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിച്ചാൽ മതിയോ? അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, നമുക്ക് യൂറോപ്യൻ ട്രിപ്പിൽ പോവാം. അപ്പോൾ ഇവിടെ യൂറോപ്പായിട്ട് കാണാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യ രാത്രി അല്ലേ ഇന്ന്, നമ്മുടെ ഹണിമൂൺ അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ തരാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട സർ, അതൊക്കെ അതിൻ്റെ സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കും. സാർ വെറുതെ ഓരോരോ അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അതല്ല കൺമണി, നമ്മൾ ഭാര്യയും ഭർത്താവല്ലേ, ഇനി എന്തിനാ ടെൻഷൻ? അച്ഛൻ അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്, ഇനി വിഷമങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിന് സമയമാവട്ടെ, എന്തായാലും ആ ദേവ് സാർ ഉണരുവോ എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ദേവ് സാർ അവിടുന്ന് പറയുന്നുണ്ട് എന്തായാലും ഉമ്മ ഞാൻ തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സാർ ഉറങ്ങിയിട്ടില്ലേ എന്ന് പറയട്ടെ കൃഷ്ണ അങ്ങോട്ട് ഓടിപ്പോകുന്നു കേട്ടോ. കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോയിട്ട് കാണാം.